നമസ്കാരം. ശബരിമലയിലെ അഴിമതിയെക്കുറിച്ച് മാധ്യമങ്ങളെല്ലാം തന്നെ വാചാലമാകുന്നത് കൊണ്ടും ശബരിമല ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായതുകൊണ്ടും അവിടെ നടക്കുന്ന അഴിമതികൾ പുറം ലോകം അറിയുന്നുണ്ട്. എന്നാൽ പുറം ലോകം അറിയാത്ത ഒരുപാട് അഴിമതികൾ, ഒരുപക്ഷെ ശബരിമലയേക്കാൾ ഭീകരമായ അഴിമതികളാണ് ദേവസ്വം ബോർഡിന്റെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. അത്തരം ഒരു വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനുള്ളത്. അതായത് ശ്രീവരാഹം ക്ഷേത്രം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ശ്രീവരാഹം ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ പേരൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലുമാണ് ഇത്തരത്തിൽ അഴിമതി നടന്നത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നതാണ്. എന്തായാലും അത്തരം ആ അഴിമതിയുടെ കഥകളിലേക്ക് നമുക്കൊന്ന് പോകാം. ആ സംഭവിച്ച അഴിമതി എന്താണ് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. സിന്ധു എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീവരാഹം ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ കാണിക്കവഞ്ചി പൊട്ടിക്കുമ്പോൾ സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഒരു കീഴ്വഴക്കമുണ്ട്. അതായത് വിദേശ നാണയം, വിദേശ കറൻസി, സ്വർണം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് പ്രത്യേകമായി എണ്ണി തിട്ടപ്പെടുത്തിയ കണക്കുകൾ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണിക്കവഞ്ചി എണ്ണുന്നതുമായി ബന്ധപ്പെട്ടും നടവരവുമായി ബന്ധപ്പെട്ടും PRO മുഖേന ഇത് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും നടപ്പിലാക്കാറില്ല. വടക്കൻ പറവൂർ മുതൽ ഏകദേശം പാറശാല വരെയുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വിവിധ ക്ഷേത്രങ്ങളിലിരിക്കുന്ന സബ് ഗ്രൂപ്പ് ഓഫീസർമാരായിക്കോട്ടെ, ഇതിന്റെ ഉന്നത തലങ്ങളിലിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇതൊരു പതിവായി വച്ചുകൊണ്ട് നടക്കുന്നു എന്നതാണ് അവിടെ നിന്ന്, അതായത് ദേവസ്വം ബോർഡിനുള്ളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ഒരു RTI സബ്മിറ്റ് ചെയ്തതും ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അത്തരത്തിൽ ക്രമക്കേടുകൾ വളരെ വ്യാപകമാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ, ക്ഷേത്രത്തിലെ മൂർത്തിയെ പോലും ഇവർ എടുത്ത് വിൽക്കാത്തത് മഹാഭാഗ്യം എന്നേ പറയാവുള്ളൂ. അതിന് അവരുടെ മനസ്സിലേക്ക് ആ കാര്യം തോന്നിപ്പിക്കാത്ത ഈശ്വരന് നന്ദി എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അത് വളരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇത്തരത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളറകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി വിശദമായി അത് കാണേണ്ടതുണ്ട്. കാണിക്ക എണ്ണിയതിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ഓരോ പേപ്പറിലും വെട്ടിത്തിരുത്താണ്. അതായത് അക്കങ്ങൾ എണ്ണി കൂട്ടിയതിന് ശേഷം ഓരോ പേപ്പറിലും മാറ്റി എഴുതിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണമായും മുഴുവൻ തുക എഴുതിയപ്പോഴും അത് മാറ്റി വെട്ടിത്തിരുത്തി എഴുതിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വെട്ടിത്തിരുത്തൽ നടത്തുമ്പോൾ ദേവസ്വം കമ്മീഷണറിൻ്റെയൊക്കെ അനുമതിയോടുകൂടി മാത്രമേ അത് ചെയ്യുവാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ PS സിന്ധു ചെയ്തതെന്നാൽ അവർ വെട്ടിത്തിരുത്തിയിട്ട് അവരൊപ്പം അവരുടെ കൈവശമുള്ള ഒരു സീലുമാണ് അതിൽ വച്ചിട്ടുള്ളത്. ഒപ്പം ബാങ്കിൻ്റെ സീൽ ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വളരെ നല്ല രീതിയിൽ കറകളഞ്ഞ അഴിമതി തന്നെയാണ് ഇതെന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തായാലും ഈ രീതിയിൽ കേരളത്തിലെ ദേവസ്വം ബോർഡിൽ വലിയ രീതിയിലുള്ള അഴിമതികളാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അഴിമതി കഥകൾ അവിടെ അവസാനിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ജില്ലാ ട്രഷറർ അവിടെ നിന്ന്, അതായത് ഇവർക്ക് നേരെ ഈ കേസൊക്കെയുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ ഉപദേശമുണ്ടായിരുന്നു. വിജിലൻസ് ഈ രീതിയിൽ, അതായത് ഇവർക്കെതിരെ കേസെടുക്കണം, ഇവരെ ജയിലിലടക്കണം എന്ന രീതിയിൽ, ഇവർക്കെതിരെ കേസെടുക്കണം എന്ന രീതിയിലുള്ള ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടാണ്, വിജിലൻസ് എൻക്വയറിയാണ് അവർക്ക് നൽകിയത്. അത്തരത്തിലുള്ള സജഷൻ കൊടുത്തതിന് ശേഷം പോലും ഇവരുടെ ഭരണ സ്വാധീനം കൊണ്ട് തന്നെ ഇവർ നേരെ കൊട്ടാരക്കരയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. കൊട്ടാരക്കരയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി, അതും പ്രമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫറാണ്. അതിനുശേഷം വീണ്ടും ഇവർ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഈ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ലോക്കർ തുറന്നതിന് ശേഷം അവിടെ നിന്ന് ഈ ഓടക്കുഴൽ, ഭഗവാന്റെ തിരുവാഭരണങ്ങൾ എടുത്ത്
ഇവർ മാറ്റുകയും അത് പിന്നീട് നട തുറക്കുമ്പോൾ കൊണ്ടുവന്ന് വയ്ക്കേണ്ടതാണ്. എന്നാൽ നട തുറക്കുമ്പോഴൊന്നും അവർ കൊണ്ടുവന്ന് വയ്ക്കാതെ പല കാലങ്ങൾ ഇവരുടെ കൈവശം വയ്ക്കുകയുമായിരുന്നു ചെയ്തത്. അതിലൂടെ പല രീതിയിലുള്ള വെട്ടിപ്പും നടന്നേക്കാം എന്നതാണ് നമ്മളോട് ഈ വാർത്തകൾ അറിയിച്ച നമുക്ക് കിട്ടിയ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ലഭ്യമായ ഈ വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവർ പണയം വയ്ക്കാം, ഇവർക്ക് മറ്റു പല രീതിയിലും ഇത് ദുർവിനിയോഗം ചെയ്യാമെന്നുള്ളതാണ്. ഭഗവാന്റെ ശരീരത്തിലേക്ക്, ഉടലിലേക്ക് ഇത് ചാർത്തിക്കഴിഞ്ഞാൽ വിലമതിക്കാനാകാത്ത മൂല്യമാണ് ഈ സ്വർണത്തിനും അതോടൊപ്പം തന്നെ ഈ തിരുവാഭരണത്തിനും ഉണ്ടാകുക. എന്നാൽ ആ മൂല്യമാണ് ഇത്തരത്തിൽ കളങ്കിതമായി തീർന്നിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള വലിയ കൊള്ളകളാണ് നടക്കുന്നത്. കിലോ കണക്കിന് സ്വർണമാണ് വെട്ടിപ്പ് നടത്തുന്നത്. ഒരു മാസം ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോ 250 ഗ്രാമോളം സ്വർണം ലഭ്യമാകുന്നു എന്നതാണ്. ഈ സ്വർണം അത് മറ്റെവിടെയും പോകാതെ സൂക്ഷിച്ചൊരിടത്ത് വച്ചതിന് ശേഷം ഈ സബ് ഗ്രൂപ്പ് ഓഫീസർമാർ കൈക്കലാക്കുന്നു എന്നതാണ്. അതായത് ഒരു വർഷം നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ എത്ര സ്വർണമായിരിക്കും ഉണ്ടാകുക. ഒരു മാസം 1 കിലോ 250 ഗ്രാം ആകുമ്പോൾ ഏകദേശം 10-14 കിലോയോളം സ്വർണം ഇതുവഴി ലഭ്യമാകുന്നു എന്നത് നമ്മെ വളരെയധികം 14-15 കിലോയോളം കണക്കൂട്ടി നോക്കിയാൽ നമുക്ക് അറിയാവോ. പെട്ടെന്ന് കണക്കൂട്ടുമ്പോൾ ആ ഫിഗർ എൻ്റെ മനസ്സിൽ വരുന്നില്ല. 15 കിലോയോളം സ്വർണം അത്തരത്തിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വർഷം അതിൻ്റെ കണക്ക് എടുത്താൽ എത്രയായിരിക്കും അതിൻ്റെ മൂല്യമെന്ന് നമ്മളിപ്പോൾ സംസാരിച്ചു. ഒരു വർഷം ഇത്രയാണ് എങ്കിൽ പിന്നെ പല കാലങ്ങളിൽ ഈ രീതിയിലുള്ള മോഷണം നടത്തും. മോഷണം എന്ന് തന്നെ അതിനെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വലിയ ഭീമമായ തുകയാണ് ദേവസ്വം ബോർഡിൽ ഈ നടത്തിയിരിക്കുന്ന അഴിമതി. ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ല. ഭക്തർ അവൻ്റെ കണ്ണീരിൻ്റെ സമ്പാദ്യമാണ്. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് ഭഗവത് ഭക്തിയാൽ മുഴുകി ഭഗവാന്റെ തൃക്കാൽക്കൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന ആഭരണങ്ങളും പണവും അവിടുത്തെ ഉദ്യോഗസ്ഥർ ഈ രീതിയിലെടുത്ത് ക്രയവിക്രയം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് അവിടുത്തെ ചൈതന്യം തന്നെയാണ്, ക്ഷേത്ര സ്വത്തുക്കളാണ് ഈ രീതിയിൽ അന്യാധീനപ്പെടുത്തി കളയുന്നത് എന്നതാണ് അത്യധികം സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഈ ടെൻഡറുകൾ കൊടുക്കുന്ന പല കാര്യങ്ങൾ, അത് പൂവിൻ്റെ ആണെങ്കിലും മറ്റു കാര്യങ്ങളുടെയും ടെൻഡർ കൊടുക്കുന്നതിലും അഴിമതികളാണ് നടക്കുന്നത് എന്നാണ്. അടിമുടി ഭഗവാന്റെ തിരുനടയിൽ അഴിമതികൾ നടക്കുന്നു, അഴിമതികൾ വ്യാപകമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും ഇത് ഭക്തർ തന്നെ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ശബരിമലയിലെ ഈ അഴിമതിയൊക്കെ കഴിഞ്ഞ ദിവസവും പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വാർത്ത പ്രേക്ഷകരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. PS പ്രശാന്ത് നെയ്യുമായി ബന്ധപ്പെട്ട ടെൻഡറിൻ്റെ അഴിമതിയുടെ കാര്യത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. വിജിലൻസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 7.5 കിലോയോളം, അതായത് ഒരു കൂട്ട് അരവണ നിർമ്മിക്കുവാൻ ഏകദേശം 7.5 കിലോ മിൽമ നെയ്യ് ഉണ്ടെങ്കിൽ കഴിയും. സാധാരണഗതിയിൽ 10 കിലോ വേണം എന്നതാണ്. ദേവസ്വം ബോർഡിലെ ഈ ഉദ്യോഗസ്ഥരിൽ ചില ആൾക്കാർ, ദേവസ്വം കമ്മീഷണർ അതിനെ എതിർത്തിരുന്നു. ആ എതിർപ്പിനെയും അവഗണിച്ചുകൊണ്ടാണ് PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ അവർ മുന്നോട്ട് നീങ്ങിയത്. അതിലൂടെ വളരെയധികം വലിയ അഴിമതിയാണ്. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, എവിടെയൊക്കെ അഴിമതി നടത്തുവാൻ സാധിക്കുമോ അവിടെയൊക്കെ അഴിമതി നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ രീതിയിൽ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഗുരുവായൂർ ദേവസ്വം തമ്മിൽ ഭേദമാണ് എന്നാണ് കേൾക്കുന്നത്. അവരുടെ നടവരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ PRO മുഖേന എല്ലാ ദിവസവും അവർക്ക് കഴിയുന്ന ദിവസങ്ങളിലൊക്കെയും പബ്ലിഷ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, മറ്റൊരു വെട്ടിപ്പ് എന്ന് പറയുന്നത് ബാങ്കിൽ ഈ പൈസ, ഈ വരവിൽ നിന്ന് ലഭിക്കുന്ന പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് വൈകുന്നു. ഒരു ദിവസത്തെ മൂല്യം പിറ്റേ ദിവസം കൊണ്ടുവന്ന് അടയ്ക്കുന്നില്ല, ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളാണ്. അപ്പോഴും ഈ രീതിയിൽ പലിശയ്ക്ക് കൊടുപ്പൊക്കെ ദേവൻ്റെ പൈസ ഉപയോഗിച്ച് നടത്തുന്നതാണ് മറ്റൊരു ആരോപണം. ഇങ്ങനെ ആരോപണങ്ങളിൽ നിന്ന് ആരോപണങ്ങളിലേക്കാണ് കേരളത്തിലെ ദേവസ്വം ബോർഡ് പോകുന്നത്. ഒട്ടും തന്നെ അഭികാമ്യമായ ഒരു കാര്യമേ അല്ലാതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക്
ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.